പിറന്നാൾ അമ്മയ്ക്ക് ആഘോഷമല്ലെന്നും അമ്മ നടത്തുന്ന ജീവകാരുണ്യ സേവന പ്രവർത്തനങ്ങളുടെ തുടർച്ച മാത്രമാണെന്ന് മാതാമൃതാനന്ദമയി മഠം വൈസ് ചെയർമാനും മുതിർന്ന സന്യാസി വര്യനുമായ സ്വാമി അമൃതസ്വരൂപാനന്ദപുരി പറഞ്ഞു. മക്കളാണ് അമ്മയുടെ ജന്മദിനം ആഘോഷിക്കുന്നത്. കൂടുതൽ മക്കളെ ഒരുമിച്ച് കാണുന്നതിന്റെ സന്തോഷമാണ് അമ്മയ്ക്കുള്ളതെന്നും സ്വാമിജി പറഞ്ഞു. നാളെയാണ് അമ്മയുടെ ജന്മദിനം. നാളെ 27 സെപ്റ്റംബർ 27. അതിരാവിലെ ഒരു 5:30-6 മണിയോടുകൂടി ഏതാണ്ട് 108 ബ്രഹ്മചാരികളും ബ്രഹ്മചാരിണികളും ചേർന്ന് നടത്തുന്ന ഒരു ഹോമമുണ്ട്. അതേസമയം തന്നെ 15 സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തിയിട്ടുള്ള ഈ ആദിവാസി സഹോദരി സഹോദരന്മാർ അവരുടെ സാമ്പ്രദായികമായിട്ടുള്ള പൂജ ചെയ്യും. അതിനുശേഷം ഈ ഒരു ചെറിയ ആധ്യാത്മിക പ്രഭാഷണം ഉണ്ടാകും. അത് കഴിയുമ്പോൾ ചെറിയൊരു സംഗീത പരിപാടി ഉണ്ടാകും. അത് കഴിഞ്ഞ് അമ്മയുടെ പാദപൂജ കഴിഞ്ഞിട്ട് അമ്മയുടെ സന്ദേശം, അമ്മയുടെ ജന്മദിന സന്ദേശം അമ്മ ചിലപ്പം എല്ലാവരെ കൊണ്ടും കുറച്ചൊരു ആത്മധ്യാനം, ലോക സമാധാനത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനകളൊക്കെ ചെയ്യിക്കും. അത് കഴിയുമ്പോഴാണ് ഈ പൊതുപരിപാടി ആരംഭിക്കുന്നത്. അമ്മയ്ക്ക് ജന്മദിനം ആഘോഷിക്കുന്നതിൽ യാതൊരു താല്പര്യമില്ല. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ അങ്ങ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അമ്മയ്ക്ക് ഉള്ള സന്തോഷം ഈ എല്ലാവരും, എല്ലാ മക്കളും കൂടെ വന്നിരുന്ന് അവരെ കാണുന്നതും. അമ്മയുടെ ഏറ്റവും വലിയ സന്തോഷം ഇങ്ങനെ മക്കളെ കാണുക, അവരെ ആശ്ലേഷിക്കുക, അവരുടെ ദുഃഖം കേൾക്കുക, അവരുടെ കണ്ണീരൊപ്പുക, അവർക്ക് കഴിയുന്നത്ര കാര്യങ്ങൾ സഹായം ചെയ്തു കൊടുക്കുക. ഇതിൽ കവിഞ്ഞൊരു സന്തോഷം അമ്മയ്ക്ക് മറ്റൊന്നുമില്ല. അമ്മയുടെ ദിനചര്യകളിൽ അമ്മ ദൈനംദിനം ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണിത്. അതിൻ്റെ ഒരു എക്സ്റ്റെൻഡഡ് പീരീഡ് വരുന്നു. അത് കുറച്ചുകൂടെയൊക്കെ നമ്മൾ മറ്റ് ചില മേഖലകളിലേക്ക് വ്യാപിപ്പിക്കുന്നു. ഈ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങൾ ഒക്കെ അത് കുറച്ചുകൂടെ വ്യാപിപ്പിക്കുന്നു എന്നല്ലാതെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒന്നും പ്രത്യേകിച്ച് അന്നില്ല. പിന്നെ കുറച്ച് ആൾ കൂടും, ചില പ്രധാന വ്യക്തികളൊക്കെ വരും. അതൊക്കെ സന്തോഷം.